ട്യൂബിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്നുള്ള കൺസെപ്റ്റുമായിട്ടാണ്. നമ്മൾ ഓൾറെഡി ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്തൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞു. വിശദമായിട്ട് നമ്മൾ 9 പാർട്ടിലൂടെ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് കഴിഞ്ഞു. അതിനുശേഷം കടക്കാൻ പോകുന്നത് ഡെഫിനിറ്റ് ഇന്റഗ്രലിലേക്കാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് നമ്മളൊന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ സിമ്പിളായ കൺസെപ്റ്റ് ആണ്. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാവരും റെഡിയാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറയാം. അതിനുശേഷം അത് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ ഇതാണ്: if f of x is a continuous function and g of x an indefinite integral of f of x, then the difference g of b minus g of a is called the definite integral of f of x between x equal to a and x equal to b. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. പക്ഷെ ഡെഫിനിഷൻ കേട്ടപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. ഈ ഡെഫിനിഷൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് മാത്തമാറ്റിക്കൽ വേയിലൂടെ ഇവിടെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കിട്ടുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ജി ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ കിട്ടി. പ്ലസ് സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡി എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സൈൻ എക്സ് പ്ലസ് സി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കോസ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ജനറൽ ആയിട്ട് എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഫംഗ്ഷൻ ആവാം. കോസ് എക്സ് ആവാം, സൈൻ എക്സ് ആവാം, ഇറേസ്റ്റ് എക്സ് ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ അതിന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ കോസ് എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് വേറൊരു ഫംഗ്ഷൻ കിട്ടി, സൈൻ എക്സിന്. അതാണ് നമ്മൾ ഇവിടെ ജി ഓഫ് എക്സ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഫംഗ്ഷൻ കിട്ടി. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ കിട്ടുന്നതിനെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോയിലൂടെ കണ്ടതാണ് എന്താണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെന്ന് പറഞ്ഞു. ഓഫ് എഫ് ഓഫ് എക്സിന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് എന്ത്? ജി ഓഫ് എക്സ്. Then the difference between g of b minus g of a is called the definite integral of f of x എന്നാണ് പറഞ്ഞത്. അതാണ് എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കണ്ടുപിടിച്ച ശേഷം നമ്മൾ ഇതിനൊരു ലിമിറ്റ് കൊടുക്കുകയാണ് വിചാരിക്കുക ഇന്റഗ്രലിന്. അതായത് ഇന്റഗ്രൽ a to b, നമ്മൾ a to b എന്നുള്ള ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അതാണ് ഇവിടെ എക്സിന്റെ വാല്യൂ x equal to a, x equal to b അതിന്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. ബിറ്റ്വീൻ x equal to a and x equal to b നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലിമിറ്റ് ഞാൻ ഈ ഇന്റഗ്രലിന് കൊടുത്തു. ഓക്കെ, അപ്പൊ അത് എന്തായി മാറും? എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു, അപ്പൊ നമ്മൾ ഇവിടെ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലില് നമ്മൾ ചെയ്തപ്പോ കിട്ടിയ ആ ആൻസർ കൊണ്ട് എടുത്തെഴുതുന്നു ജി ഓഫ് എക്സ് പ്ലസ് സി. അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യണം, ബ്രാക്കറ്റ് കൊടുക്കുക, എന്നിട്ട് എ ടു ബി. ഓക്കെ, ഇതാണ് നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഈ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രൽ കിട്ടി. ഇനി നോക്കാം, ഇതിൽ ഏത് ലിമിറ്റ് ആണ് അപ്പർ ലിമിറ്റ്, ഏത് ലിമിറ്റ് ആണ് ലോവർ ലിമിറ്റ്. ആ പേര് തന്നെ നമുക്ക് മനസ്സിലാവും. മുകളിൽ വരുന്ന ലിമിറ്റ് ആണ് നമ്മൾ അപ്പർ ലിമിറ്റ് എന്ന് പറയാം, താഴെ വരുന്നത് ലോവർ ലിമിറ്റ് എന്നാണ് പറയുക. അതായത് ഇവിടെ അപ്പർ ലിമിറ്റ് ബി ആണ്, ലോവർ ലിമിറ്റ് എ ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് നമ്മൾ അപ്പർ ലിമിറ്റ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. എക്സിന്റെ വാല്യൂ ആണ് എന്ത്? എയും ബി എന്ന് പറയുന്നത്. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുക്കുക പറയുമ്പോൾ ഇതിൽ എക്സിന്റെ സ്ഥാനത്താണ് എന്ത് കൊടുക്കേണ്ടത്? ആ ബി എ എന്നുള്ള വാല്യൂ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ അപ്പർ ലിമിറ്റ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. അപ്പൊ എന്താവും? ജി ഓഫ് ബി പ്ലസ് സി. ഓക്കെ, നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സൈന് മൈനസ് ആയിരിക്കും, പ്രത്യേകം ഓർത്ത് വെക്കണം. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുക, എക്സിന് എ എന്ന് കൊടുക്കുക. അപ്പൊ എന്താവും? ജി ഓഫ് എ പ്ലസ് സി. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു
ജി ഓഫ് ബി പ്ലസ് സി മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ജി ഓഫ് എ മൈനസ് സി കിട്ടും. മൈനസ് പ്ലസ് എന്നുള്ളത് മൈനസ് ആയി മാറും. അപ്പൊ അവിടെ പ്ലസ് സിയും മൈനസ് സിയും ക്യാൻസൽ ചെയ്തു. പ്ലസ് സിയും മൈനസ് സിയും ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? ഇത് ഈക്വൽ ടു ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ എന്ന്. അപ്പൊ ഈ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എഴുതിയപ്പോൾ അതിന്റെ കൂടെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഡെഫിനിറ്റ് ഇന്റഗ്രലിലേക്ക് വന്നപ്പോൾ ആ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അവിടെ ഇല്ല, അത് ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. എങ്ങനെയാന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലായി. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ആ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോബ്ലത്തിലൊന്നും എന്തുണ്ടാവില്ല? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ടാവില്ല. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എഴുതാനും മറക്കരുത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു ഡെഫിനിഷൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അതോടുകൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. അപ്പോൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്, അത് ഓർമ്മ വേണം. നമ്മൾ ആദ്യം ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഉപയോഗിച്ച് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും, അതിനുശേഷം അതിലെ ലിമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യും, ആ ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഇന്റഗ്രൽ 0 to 1 x² + 2x - 3 dx. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ ആദ്യം ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എടുത്ത് എഴുതാം. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എഴുതുക പറഞ്ഞാൽ ലിമിറ്റ് ഒഴിവാക്കിയിട്ട് ഇന്റഗ്രൽ എഴുതുക. എന്താ വരിക? ഇന്റഗ്രൽ x² + 2x - 3 dx. അതിൽ എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ഉണ്ട്. അപ്പൊ 3 ഇന്റഗ്രൽ ആക്കി സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഇത് ഈക്വൽ ടു എന്താവും? ഇന്റഗ്രൽ x² dx പ്ലസ് ഇന്റഗ്രൽ 2x dx മൈനസ് ഇന്റഗ്രൽ 3 dx. ഓക്കെ, ഇനി ഓരോ ഇന്റഗ്രലും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിസൾട്ട് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അറിയാം, ഞാനൊന്ന് എഴുതി ഓർമ്മപ്പെടുത്താം. ഇന്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? x⁻n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് c. ഇതാണ് നമ്മൾ ഫണ്ടമെന്റൽ റിസൾട്ട് പഠിച്ചത്. അപ്പൊ ഈ റിസൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഇന്റഗ്രൽ എങ്ങനെ മാറും? x⁻2+1 ഡിവൈഡഡ് ബൈ 2+1 പ്ലസ് രണ്ടാമത്തെ ഇന്റഗ്രലിലെ കോൺസ്റ്റന്റ് 2 ആണ്. 2 ഔട്ട്സൈഡ് എടുത്തു. x നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x⁻1+1 ഡിവൈഡഡ് ബൈ 1+1 മൈനസ് അടുത്ത ഇന്റഗ്രലിലുള്ള കോൺസ്റ്റന്റ് 3 ആണ്, അത് ഔട്ട്സൈഡ് എടുത്തു. അപ്പൊ ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x പ്ലസ് കോൺസ്റ്റന്റ് c. ഇനി ഇത് നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാണ്. അപ്പൊ ഇത് x⁻3/3 പ്ലസ് ഇവിടെ 2 ഉണ്ട് ന്യൂമറേറ്റർ, അതേപോലെ 1+1 എന്നാലും 2 ആണ്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ എന്ത് കിട്ടും? x² എന്ന് കിട്ടും മൈനസ് 3x പ്ലസ് c എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കണ്ടാൽ പോരാ, നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ കാണണം. അപ്പൊ നമുക്ക് എന്താ അവിടെ തന്ന ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. ഇന്റഗ്രൽ 0 to 1 x² plus 2x minus 3 dx equal to. ഓക്കെ, അത് ഈക്വൽ ടു. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ എടുത്ത് എഴുതുക. x³/3 plus x² minus 3x ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 0 to 1 കിട്ടും. ബ്രാക്കറ്റ് കൊടുത്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു 0 to 1. ഓക്കെ, അതിലെ കോൺസ്റ്റന്റ് ഒഴിവാക്കിയിട്ടാണ് എഴുതുന്നത്. ഇന്റഗ്രലിന്റെ കോൺസ്റ്റന്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, അത് എഴുതേണ്ട ആവശ്യമില്ല. എഴുതിയാലും അത് ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, അപ്പൊ നമ്മള് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താ വരിക? 1³/3 plus 1² minus 3 into 1. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പൊ 0³/3 പ്ലസ്
0 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 0. ഓക്കെ, ഇനി ഇത് ഈക്വൽ ടു 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1/3 പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 മൈനസ് ബാക്കി ടൈം ഒക്കെ എന്തായി പോകും 0 ആയി പോകും. അപ്പൊ ഇത് ഈക്വൽ ടു 1/3 1ഉം -3 ആഡ് ചെയ്താൽ -2 എന്ന് കിട്ടും. ഓക്കെ, ഇനി -2 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടാവും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3. അത് ഈക്വൽ ടു 1 മൈനസ് 6 എന്ന് പറഞ്ഞാൽ -5/3. അപ്പൊ നമുക്ക് ആൻസർ എന്തിട്ട് -5/3. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഇത് കണ്ടുപിടിക്കാം. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മൾ ആദ്യം ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആദ്യം കണ്ടുപിടിച്ചു, അതിനുശേഷം അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് തന്നെ പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇതൊരു ചെറിയ പ്രോബ്ലം ആണ്, വലിയ വലിയ പ്രോബ്ലം ഇനി അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് എളുപ്പമാവാൻ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം ഒക്കെ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിൽ ഓൾറെഡി ചെയ്തതാണ്. അപ്പൊ എന്തിനാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കണ്ടുപിടിച്ച ശേഷം ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാണുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യന് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എഴുതുക, ലിമിറ്റ് ഒഴിവാക്കിയിട്ട് എഴുതുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ വരിക, ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇനി എങ്ങനെയാണ് നമ്മൾ സൈൻ സ്ക്വയർ എക്സിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത്? നമ്മൾ cos 2x ന്റെ ഫോർമുല കൺസിഡർ ചെയ്യണം. എന്താണ് cos 2x? cos 2x equal to 1 minus 2 sin square x. ഈ ഫോർമുല കൺസിഡർ ചെയ്തു. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ sin square x കണ്ടുപിടിക്കാൻ വേണ്ടി -2 sin square x നെ ഇടതുവശത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ 2 sin square x equal to 1 minus ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ cos 2x എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ അകത്ത് sin square x equal to 1 minus cos 2x all divided by 2. ഓക്കെ, അപ്പൊ ഈ ഇന്റഗ്രൽ എങ്ങനെ നമുക്ക് ചേഞ്ച് ആവും? ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ 1 minus cos 2x all divided by 2 sin square x ന് പകരം ഇത് എഴുതി into dx. ഇനി ഇതിലെ കോൺസ്റ്റന്റ് എന്താണ്? ഇതിലെ കോൺസ്റ്റന്റ് പറയുന്നത് 1/2 ആണ്. അപ്പൊ 1/2 ഔട്ട്സൈഡ് എടുത്തു, ഇന്റഗ്രൽ ബാക്കി ഉണ്ടാവും അവിടെ 1 minus cos 2x into dx. ഓക്കെ, ഇത് ഈ 1 അല്ല പുറത്തേക്ക് വരുന്ന 1, ഡിനോമിനേറ്ററിൽ 2 ഉള്ളത് കൊണ്ട് അത് പുറത്തേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ, ഔട്ട്സൈഡ് എടുക്കുക എന്ന് പറയുമ്പോൾ 1/2 ആണ് കോൺസ്റ്റന്റ്, അങ്ങനെയാണ് അത് വരുന്നത്. ഇനി ഇതിനെ രണ്ട് ഇന്റഗ്രൽ ആക്കി സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഇത് ഈക്വൽ ടു 1/2 ഇൻറ്റു ഈ 1/2 എന്നുള്ളത് രണ്ടിനും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇന്റഗ്രൽ 1 dx മൈനസ് ഇന്റഗ്രൽ cos 2x dx. ഓക്കെ, ഇത് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ എന്താവും x മൈനസ് ഇന്റഗ്രൽ cos 2x dx എന്ന് പറഞ്ഞാൽ ഏത് ഫോർമാറ്റിലാണ്? ഇന്റഗ്രൽ cos ax plus b എന്നുള്ള ഫോർമാറ്റിലാണ്. a യുടെ സ്ഥാനത്ത് 2 ആണ്, x ഉണ്ട്, b തന്നിട്ടില്ല, അത് 0 ആണ്. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ cos 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരിക? sin 2x ഡിവൈഡഡ് ബൈ 2. ആ a യുടെ സ്ഥാനത്ത് എന്താണ് വരുന്നത് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c. അപ്പൊ ഇത് ഈക്വൽ ടു ഈ 1/2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തായി മാറും? x/2 മൈനസ് sin 2x ഡിവൈഡഡ് ബൈ 4. 2 into 2 എന്നുള്ളത് 4 പ്ലസ് c. ഇതാണ് നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ആൻസർ. ഇനി നമുക്ക് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ആൻസർ അല്ല കാണാൻ പറഞ്ഞത്, നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ആൻസർ കാണാൻ പറഞ്ഞത്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പില് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഇന്റഗ്രൽ 0 to π/2 sin സ്ക്വയർ x dx. ഇതാണ് നമുക്ക് കാണുന്നത്. ഇത് ഈക്വൽ ടു നമുക്ക് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഒഴിവാക്കിയിട്ട് ബാക്കി ടൈം എഴുതാം. എന്താ വരിക? x/2 മൈനസ് sin 2x ഡിവൈഡഡ് ബൈ 4. അത് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് 0 to π/2.
0 to pi by 2. ഓക്കെ, ഇനി ഇതിൽ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് pi by 2 ആണ്, ലോവർ ലിമിറ്റ് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പൊ ഇത് ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് pi by 2 കൊടുക്കും. അപ്പോൾ pi by 2 by 2 മൈനസ് സൈൻ 2 into x ഉണ്ട്. അപ്പൊ അവിടെ pi by 2 ഡിവൈഡഡ് ബൈ 4 ബ്രാക്കറ്റ് കൊടുക്കും. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നതിന് മുന്നേ സൈന് മൈനസ് 0 by 2 എക്സിന് പകരം 0 എന്ന് കൊടുത്തു, മൈനസ് സൈൻ 2 into 0 by 4. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു ഈ 2ന്റെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടാവും. 1 മുകളിലേക്ക് പോകും, 2 ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പൊ ഇത് എന്തായി മാറും? pi by 2 into 1 by 2 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ വിൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. മൈനസ് ഇവിടെ ഈ 2 ക്യാൻസൽ ചെയ്ത് പോകും. ആംഗിൾസിലുള്ള 2കൾ തമ്മിലാണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത് സൈൻ pi by 4 മൈനസ് 0 by 2 എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. മൈനസ് ഇത് സൈൻ 2 into 0 എന്ന് പറഞ്ഞാൽ സൈൻ 0 by 4. ഓക്കെ, ഇത് ഈക്വൽ ടു pi into 1 എന്ന pi by 2 into 2 4 മൈനസ് നമുക്ക് ട്രിഗണോമെട്രിയിൽ പഠിച്ച വാല്യൂസ് ഒക്കെ ഓരോന്ന് അറിയണം. സൈൻ പൈ എന്ന് പറഞ്ഞാൽ സൈൻ 180 ഡിഗ്രിയാണ്. സൈൻ 180 ഡിഗ്രി പറഞ്ഞാൽ എത്രയാണെന്ന് അറിയണം. അത് കണ്ടുപിടിക്കേണ്ട മെത്തേഡുകളൊക്കെ നമ്മൾ ട്രിഗണോമെട്രിയിലൊക്കെ പഠിച്ചാണ്. കാൽക്കുലേറ്ററിൽ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 by 4 മൈനസ് 0 മൈനസ് സൈൻ 0 എന്ന് പറഞ്ഞാലും 0 ആണ്, ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഇത് ഈക്വൽ ടു pi by 4 എന്ന് കിട്ടും. ഈക്വൽ ടു pi by 4. കാരണം 0 by 4 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 by 4 എന്ന് പറഞ്ഞാൽ ഇവിടെയും 0 ആയി പോകും. ബാക്കി എല്ലാ ടേമും 0 ആയി പോകും. നമുക്ക് ആൻസർ pi by 4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇന്റഗ്രൽ 0 to pi by 2 സൈൻ സ്ക്വയർ എക്സ് dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് pi by 4. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇത് നന്നായിട്ട് പഠിക്കുക. ഇതേപോലെ തന്നെ നമുക്ക് cos സ്ക്വയർ എക്സ് ഡിഎക്സിന്റെ കണ്ടുപിടിക്കാം. നമ്മൾ ചെയ്ത് നോക്കുക, ഇതേ ലിമിറ്റിൽ ഇട്ട് ചെയ്ത് നോക്കുക. ആൻസർ pi by 4 തന്നെ കിട്ടുന്നുണ്ടോന്ന്. pi by 4 തന്നെ കിട്ടേണ്ടതാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. ഇപ്പൊ എക്സാമിന് ചിലപ്പോൾ സൈൻ സ്ക്വയർ എക്സ് തന്നെ ചോദിക്കണമെന്നില്ല, cos സ്ക്വയർ എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാനും ചോദിക്കാം. അപ്പൊ എങ്ങനെയാണ് cos സ്ക്വയർ എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിൽ കണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ കോൺവേഴ്സ് പ്രൊഡക്റ്റ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ഇന്റഗ്രലാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇങ്ങനത്തെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഇന്റഗ്രൽ 0 to pi by 2 sin 3x cos x dx. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് sin a cos b ഈക്വൽ ടു എന്താ ഫോർമുല? 1 by 2 into sin a plus b plus sin a minus b. ഈ ഫോർമുലയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് കോൺവേഴ്സ് പ്രൊഡക്റ്റ് ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എടുത്ത് എഴുതുന്നു. അപ്പൊ ഇന്റഗ്രൽ ലിമിറ്റ് ഒഴിവാക്കുന്നു. അതാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. sin 3x cos x dx ഈക്വൽ ടു ഇന്റഗ്രൽ ഇത് sin a cos b എന്നുള്ള ഫോർമുലയാണ്. a യുടെ സ്ഥാനത്ത് 3x ആണ്, b യുടെ സ്ഥാനത്ത് x ആണ്. അപ്പൊ എന്തായി മാറും? 1 by 2 ബ്രാക്കറ്റ് കൊടുത്തു sin a plus b, അതായത് 3x plus x 3x plus x plus sin a minus b sin 3x minus x into dx. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു കോൺസ്റ്റന്റ് 1 by 2 ഔട്ട്സൈഡ് എടുത്തു, ഇന്റഗ്രൽ sin 4x plus sin 2x into dx. ഇനി ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഇന്റഗ്രൽ ആണ്. അപ്പൊ ഇത് ഈക്വൽ ടു 1 by 2 ഇൻറ്റു ഈ 1 by 2 എന്നുള്ള ഈ രണ്ട് ഇന്റഗ്രലിനും മൾട്ടിപ്ലൈ ആണുള്ളതാണ്. അതുകൊണ്ടാണ് ബ്രാക്കറ്റ് കൊടുത്തത്. ഇന്റഗ്രൽ sin 4x dx പ്ലസ് ഇന്റഗ്രൽ sin 2x dx. ഓക്കെ,
അപ്പൊ ഈ രണ്ട് ഇന്റഗ്രൽ ഒന്ന് നോക്കിക്കേ. ഈ രണ്ട് ഇന്റഗ്രൽ ഏത് ഫോർമാറ്റിലാണ്? ഇന്റഗ്രൽ sin ax പ്ലസ് ബി എന്നുള്ള ഫോർമാറ്റിലാണ്. എയുടെ സ്ഥാനത്ത് 4 ആണ്, എക്സ് ഉണ്ട്, ബി തന്നിട്ടില്ല, 0 ആയിരിക്കും. അതുപോലെ ഇവിടെ എയുടെ സ്ഥാനത്ത് 2 ആണ്, എക്സ് ഉണ്ട്, ബി തന്നിട്ടില്ല, 0 ആയിരിക്കും. അപ്പൊ എന്താ വരിക? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇത് ഈക്വൽ ടു 1/2 ഇൻറ്റു സൈനിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് കോസ് എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ വരിക നമുക്ക് മൈനസ് കോസ് 4x ഡിവൈഡഡ് ബൈ 4, എ എന്നുള്ള വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ബൈ 4. അതുപോലെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ഉണ്ട്, പ്ലസ് കൊടുക്കുക. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് കോസ് 2x ബൈ 2, എയുടെ സ്ഥാനത്ത് 2 ആണ്, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c. അപ്പോൾ ഈക്വൽ ടു ഈ 1/2 ഞാൻ മൾട്ടിപ്ലൈ ആണ് ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക്. അപ്പോൾ എന്തായി മാറും? മൈനസ് കോസ് 4x ബൈ 2 into 4 8 പ്ലസ് മൈനസ് എന്നുള്ള മൈനസ് ആയി മാറി കോസ് 2x ബൈ 2 into 2 4 പ്ലസ് c. ഇതാണ് നമ്മൾ എന്ത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ എന്താ കാണണം, അതിനുവേണ്ടി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇതില് ലിമിറ്റ് നമ്മൾ കൊടുക്കാൻ പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു. ഇന്റഗ്രൽ 0 to pi by 2 sin 3x cos x dx equal to. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വാല്യൂ കിട്ടിയത്? ഇവിടെ ആ വാല്യൂ എടുത്ത് എഴുതുക. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എഴുതണ്ട. അപ്പൊ എന്ത് വരും? മൈനസ് കോസ് 4x ബൈ 8 മൈനസ് കോസ് 2x ബൈ 4. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എഴുതുന്നില്ല, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. 0 to pi by 2. ഓക്കെ, ഇനി ഇതിലെ അപ്പർ ലിമിറ്റ് ആണ് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പർ ലിമിറ്റ് ഏതാണ്? pi by 2. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താവും? ഇത് ഈക്വൽ ടു മൈനസ് കോസ് 4 into pi by 2 by 8 minus cos 2 into pi by 2 by 4. x ന്റെ സ്ഥാനത്തൊക്കെ pi by 2 അപ്ലൈ ചെയ്തു. മൈനസ് സൈൻ കൊടുത്തു. അപ്പർ ലിമിറ്റ് കൊടുത്താൽ മൈനസ് സൈൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് എഴുതി പോവുക. ഞാൻ ഇവിടെ താഴേക്ക് എഴുതുന്നുണ്ട്. മൈനസ്, ഇനി ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, 0 കൊടുക്കുന്നു. അപ്പൊ മൈനസ് കോസ് 4 into 0 divided by 8 മൈനസ് കോസ് 2 into 0, x ന് പകരം 0 എടുത്തു, ബൈ 4. അപ്പോൾ ലോവർ ലിമിറ്റ് അപ്ലൈ. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പില് മൈനസ് കോസ്, ഇവിടെ 4 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2π കിട്ടും. 2π ബൈ 8 മൈനസ് കോസ് 2 2 ക്യാൻസൽ ചെയ്ത് പോകും, നമുക്ക് π കിട്ടും. കോസ് π ബൈ 4 മൈനസ് സൈൻ കൊടുത്തു. ഇനി ഇവിടെ മൈനസ് കോസ് 4 into 0 ആണ്, കോസ് 0 ആയി മാറി, ബൈ 8 മൈനസ് കോസ് 2 into 0 എന്നുള്ളത് കോസ് 0 ബൈ 4. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് വാല്യൂ കൊടുക്കാനാണ് അറിഞ്ഞിരിക്കേണ്ടത്. ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചാണ് ഓരോ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ. അപ്പൊ നമ്മള് വാല്യൂസ് കൊടുക്കാൻ പോവാണ്. മൈനസ് കോസ് 2π എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ആണ്. 360 എന്ന് പറയുമ്പോൾ അത് എത്രയായിരിക്കും വാല്യൂ വരിക? ഒന്നെങ്കിൽ കാൽക്കുലേറ്ററിൽ നമ്മൾ കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ ട്രിഗണോമെട്രിയിൽ ഞാൻ പഠിപ്പിച്ച മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കോസ് 0 എത്രയാണ്? നമുക്കറിയാം 1 ആണ്. അപ്പം കോസ് 360ലും അതിന്റെ വാല്യൂ 1 ആയിരിക്കും വരിക. അത് ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണ്. ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ മൈനസ് ഇവിടെ ഉള്ള മൈനസ് ആണ് കൊടുത്തത്. പിന്നെ കോസ് 2π എന്ന് പറയുമ്പോൾ 1 ബൈ 8 മൈനസ് കോസ് π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 180 ഡിഗ്രി ആണ്. അപ്പൊ കോസ് 180 ഡിഗ്രി പറഞ്ഞാൽ എത്ര വരിക? -1 ആണ് വരിക. കാരണം അത് 180 ഡിഗ്രി പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചാണ്. അപ്പൊ അത് ഇവിടെ
പിന്നെ കോസ് പൈ എന്ന് പറയുമ്പോൾ -1 ആണ് വരിക. അതാണ് രണ്ടാമത് മൈനസ് കൊടുത്തത്. ഡിവൈഡഡ് ബൈ 4 മൈനസ് കോസ് 0 പറഞ്ഞാല് 1 ആണ്, ഇവിടെ ഉള്ള മൈനസ് ആണ് ആദ്യത്തെ മൈനസ് കൊടുത്തത്, ബൈ 8 മൈനസ് കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, ബൈ 4. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു -1/8 മൈനസ് എന്നുള്ളത് +1/4, ഇവിടെ മൈനസ് എന്ന് പറയുമ്പോൾ +1/8 മൈനസ് എന്നുള്ളത് +1/4 എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ -1/8ഉം +1/8ഉം ക്യാൻസൽ ചെയ്ത് പോയി, 1/4 +1/4 എന്ന്. ഇപ്പൊ രണ്ടിന്റെ ഡിനോമിനേറ്റർ 4 ആണ്, ഇപ്പൊ ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യുന്നു, 1 + 1 ഡിവൈഡഡ് ബൈ 4 ദാറ്റ്സ് ഈക്വൽ ടു 2/4. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 1/2. 2ല് 2 ഒരു തവണ, 4ല് 2 ടൈംസ് 1/2. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഇന്റഗ്രൽ 0 to π/2 sin 3x cos x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 1/2 ആണ്. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം, എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് അറിയണം, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലും ഡെഫിനിറ്റ് ഇന്റഗ്രലും തമ്മിലുള്ള വ്യത്യാസം അറിയണം, അതുപോലെ ട്രിഗണോമെട്രിയിലുള്ള ഫോർമുലകൾ അറിഞ്ഞിരിക്കണം, അതുപോലെ നമ്മളെ സ്റ്റാൻഡേർഡ് ആംഗിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ അറിയണം. ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഏതാ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിൽ ചെയ്തതാണ്. അപ്പൊ എങ്ങനെയാ ഇത് ചെയ്യാന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ഫൈൻഡ് ഇന്റഗ്രൽ 0 to π/2 cos cube x dx. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ അകത്തുനിന്ന് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എഴുതുന്നു. ഇന്റഗ്രൽ ലിമിറ്റ് ഒഴിവാക്കുന്നു, അതാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. cos cube x dx. എങ്ങനെയാണ് നമ്മൾ cos cube x dx കണ്ടുപിടിച്ചത്? നമ്മൾ cos 3x ന്റെ ഫോർമുലയിൽ നിന്നാണ് ഇത് കണ്ടുപിടിക്കുന്നത്. എന്തായിരുന്നു cos 3x ന്റെ ഫോർമുല? പഠിക്കാനൊക്കെ എളുപ്പവഴിയൊക്കെ ഞാൻ പറഞ്ഞു തന്നാണ്. ഞാനൊന്ന് കമ്പയർ ചെയ്തിട്ട് ഒന്നും കൂടി പറയാം. നമുക്കറിയാം sin 3x എന്താണ്? sin 3x ഈക്വൽ ടു 3ൽ വെച്ചിട്ടാണ് sin 3x എന്ന് പറയുമ്പോൾ അവസാനിക്കുന്നത് നമ്പർ 3 ആണ്. ആ നമ്പർ എന്ന് വേണം തുടങ്ങാൻ. 3 sin x മൈനസ് 3 കഴിഞ്ഞ അടുത്ത നമ്പർ 4 sin cube x. അപ്പൊ ഇതാണ് പഠിച്ചിരിക്കേണ്ട വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ cos 3x എഴുതുമ്പോൾ ഇതായിട്ട് കമ്പയർ ചെയ്ത് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇതിൽ രണ്ടാമത് എഴുതിയ ടേം ആദ്യം എഴുതുന്നു. അപ്പൊ ഇവിടെ സൈനിന്റെ ടേം എഴുതിയപ്പോൾ ഒക്കെ സൈനേ ഉള്ളൂ. അപ്പൊ cos 3x എഴുതുമ്പോൾ എല്ലാം cos ആയിരിക്കും. 4 cos cube x മൈനസ് 3 cos x. ഓക്കെ, അങ്ങനെയാണ് cos 3x ന്റെ ഫോർമുല എഴുതുക. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് cos cube x കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടേമിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ cos 3x ഇത് ഇങ്ങോട്ട് വരുമ്പോൾ +3 cos x ഈക്വൽ ടു 4 cos cube x. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഡിവൈഡഡ് ബൈ മാറും. അപ്പം cos 3x +3 cos x whole divided by 4 equal to cos cube x. ഇങ്ങനെയാണ് നമുക്ക് cos cube x ന്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഈ cos cube x ന് പകരം നമുക്ക് ഇവിടെ ഇന്റഗ്രലിൽ എന്ത് എഴുതാം? ഇന്റഗ്രൽ cos 3x +3 cos x whole divided by 4 into dx. ഇനി ഇതിലെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ് 4 ഉള്ളത്, അതായത് 1/4 ആണ് കോൺസ്റ്റന്റ്. ആ 1/4 ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ cos 3x +3 cos x into dx. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ സ്പ്ലിറ്റ് ചെയ്യണം. ഈ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഇന്റഗ്രൽ ആക്കി നമ്മൾ മാറ്റുന്നു. നമുക്ക് ഇത് ഈക്വൽ ടു 1/4 ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഈ 1/4 ചെയ്തിട്ട് രണ്ടിനും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇന്റഗ്രൽ cos 3x dx പ്ലസ് ഇന്റഗ്രൽ 3 cos x dx. ഓക്കെ, അഗൈൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളിത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഈക്വൽ ടു 1/4 ഇൻറ്റു ഇത് ഏത് ഫോർമാറ്റിലാണ്? ഇന്റഗ്രൽ cos ax plus b എന്നുള്ള ഫോർമാറ്റിലാണ്. എയുടെ സ്ഥാനത്ത് 3 ആണ്, x ഉണ്ട്, b തന്നിട്ടില്ല, അത് 0 ആണ്. അപ്പൊ കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ സൈൻ എന്നാണ് കിട്ടുക. അപ്പൊ ഇത് സൈൻ 3x ബൈ എയുടെ സ്ഥാനത്തുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ 3 ആണ്, ബൈ 3 പ്ലസ്
ഇതിലെ കോൺസ്റ്റന്റ് 3 ആണ്, 3 ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക? sin x. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, പ്ലസ് കോൺസ്റ്റന്റ് c. ഇത് ഈക്വൽ ടു ഈ 1/4 ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായി മാറും? sin 3x divided by 4 into 3 12 plus 1 into 3 sin x എന്ന് പറഞ്ഞാൽ 3 sin x divided by 4 ഉണ്ട്. അപ്പോൾ ഇവിടെ by 4, ഞാൻ ആ by 4 എന്നുള്ള all divided by 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3 ന്റെ ഡിനോമിനേറ്ററിലും കൊടുക്കാം. ഞാൻ അവിടെ 3 ന്റെ ഡിനോമിനേറ്ററിൽ by 4 എന്ന് എഴുതും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. പ്ലസ് കോൺസ്റ്റന്റ് c. അപ്പോൾ അതാണ് നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തന്ന ക്വസ്റ്റ്യൻ വീണ്ടും എഴുതുന്നു. എന്താണ്? ഇന്റഗ്രൽ 0 to pi by 2 cos cube x dx equal to, അപ്പോൾ ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ നമ്മൾ എടുത്ത് എഴുതാൻ പോവാണ്. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് വരും? sin 3x by 12 plus 3/4, അല്ലെങ്കിൽ എന്ത് എഴുതാം? 3 sin x divided by 4. രണ്ട് വിധത്തിൽ എഴുതാം. നമ്മുടെ എങ്ങനെ എഴുതി ഇവിടേക്ക് മാറ്റി എഴുതി വിചാരിച്ച് തെറ്റൊന്നുമില്ല. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 to pi by 2. ഓക്കെ, ഇനി ഇതിൽ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് pi by 2 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക. ഇത് ഈക്വൽ ടു x ന്റെ സ്ഥാനത്ത് pi by 2 കൊടുക്കുക. sin 3 into pi by 2 by 12 plus 3 sin pi by 2 by 4. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin 3 into 0 by 12, ലോവർ ലിമിറ്റ് 0 ആണ്, പ്ലസ് 3 sin 0 by 4. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇത് വീണ്ടും എങ്ങനെ മാറും? ഇത് ഈക്വൽ ടു sin 3 pi by 2 എന്നായി മാറും. sin 3 pi by 2 by 12 plus 3 sin pi by 2 by 4 മൈനസ് ഈ ലോവർ ലിമിറ്റിന്റെ ഇവിടെ എന്തായി മാറും? sin 3 into 0 ആണ്, sin 0 by 12 plus 3 sin 0 by 4. ഓക്കെ, ഇനി എന്താണ് നമ്മളെ 3 pi by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 270 ഡിഗ്രിയാണ് 3 pi by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. pi by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ആണ്. 3 pi by 2 ഉണ്ട് എന്നാണ് 3 pi by 2 എന്നല്ലേ. അപ്പോൾ അത് 270 ഡിഗ്രിയാണ്. 270 sin 270 ആണ് എത്ര വരിക? -1 എന്നാണ് വാല്യൂ വരിക. അത് അറിയാത്തവരുണ്ടെങ്കിൽ പോയിട്ട് ട്രിഗണോമെട്രിയിലെ ടേബിൾ വാല്യൂ ഒക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ -1 by 12 പ്ലസ് 3 sin pi by 2 പറഞ്ഞാൽ 1 ആണ്, 1 by 4 എന്നാണ്, 3 into 1 by 4 മൈനസ് sin 0 പറഞ്ഞാൽ 0 ആണ്, 0 by 12 പ്ലസ് 3 into sin 0 പറഞ്ഞാൽ 0 ആണ് by 4. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു -1 by 12 പ്ലസ് 3 by 4. 3 into 1 എന്നാൽ 3 എന്ന് തന്നെ കിട്ടും, 3 by 4. ഇനി ഈ ടേംസ് ഒക്കെ എന്തായി മാറും? ഇതൊക്കെ 0 ആയി പോകും. അപ്പോൾ ഇത് 0 ആവും. ഇനി ഇത് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? -1 by 12 പ്ലസ് 3 by 4. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. -1 into 4 എന്ന് പറഞ്ഞാൽ -4, 12 into 3 എന്ന് പറഞ്ഞാൽ 36 എന്ന് കിട്ടും. 36 ഡിവൈഡഡ് ബൈ 12 into 4 എന്ന് പറഞ്ഞാൽ 48 എന്ന് കിട്ടും. 48. ഓക്കെ, ഇനി ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -4ഉം 36ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 32 എന്ന് കിട്ടും. 32 ഡിവൈഡഡ് ബൈ 48 എന്ന് കിട്ടും. ഓക്കെ, നമുക്കിത് ക്യാൻസൽ ചെയ്ത് ചെറുതാക്കാം. 32ല് 2 എത്ര ടൈംസ് പോകും? 16 തവണ പോകും. 16. 48ലോ 4ൽ 2 തവണ, 8ൽ 4 തവണ. അപ്പോൾ 24 എന്ന് കിട്ടും. 24. ഇനി അഗെയിൻ 2 കൊണ്ട് കട്ട് ചെയ്താൽ എന്താവും?
8 തവണ പോവും 16-ൽ 24-ൽ 12 തവണ 2. വീണ്ടും 8-ൽ 2 4 തവണ പോവും 12-ൽ 6 തവണ പോവും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4-ൽ 2 തവണ 2 പോവും 6-ൽ 3 തവണ പോവും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 2/3. 2/3 ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെ വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇത്ര എളുപ്പം ഉണ്ടാവില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത് സ്വന്തമായിട്ട് എടുത്ത് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും എടുത്ത് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. ട്രിഗണോമെട്രിയിലെ ഫോർമുല, ടേബിൾ വാല്യൂ ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അത് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. അപ്പൊ നോക്കാം എങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഇന്റഗ്രൽ 0 to 2 x² log x dx. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ആദ്യം ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എഴുതുന്നു. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ഒഴിവാക്കുന്നു. ഇന്റഗ്രൽ x² log x dx. നമ്മൾ എന്താണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് പഠിച്ചത്? ഫോർമുല ഒന്ന് എഴുതി വെക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഫോർമുല എഴുതുന്നത്. നമ്മൾ പഠിച്ചത് ഇന്റഗ്രൽ uv dx ഈക്വൽ ടു u into integral v dx minus integral of derivative d by dx of u into integral v dx into dx. ഇതാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് എന്നുള്ള റൂള്. അപ്പോൾ ഈ ഒരു റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ യുടെ സ്ഥാനത്ത് x² ആണ്, വിയുടെ സ്ഥാനത്ത് log x ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈലൈറ്റ് എന്നുള്ള മെത്തേഡൊക്കെ ഒരു ടെക്നിക്കൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാറ്റേണിൽ വേണം നമ്മൾ ലോഗരിതം വന്നാൽ എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോഗിലുള്ള ഫംഗ്ഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ ആദ്യം തന്നെ എന്ത് ചെയ്യണം? തിരിച്ചെഴുതണം. ഇന്റഗ്രൽ ലോഗ് x ഇൻറ്റു x² dx. ഓക്കെ, ഇനി നമ്മള് ഇതാണ് യുവിന്റെ സ്ഥാനത്ത് ഇപ്പം വന്നത്, ഇതാണ് വിയുടെ സ്ഥാനത്തുള്ളത്. ആദ്യം നോക്കുമ്പോൾ യുവിന്റെ സ്ഥാനത്ത് x² ആയിരുന്നു, വിന്റെ സ്ഥാനത്ത് log x ആയിരുന്നു. അത് തിരിച്ചെഴുതാനുള്ള കാരണം ലോഗ് വന്ന ഒരു ഇന്റഗ്രലാണിത്. അപ്പൊ ലോഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോഗിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതാണ് ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറും? ഇത് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ log x. അപ്പൊ log x ഇൻറ്റു ഇന്റഗ്രൽ x² dx മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് d by dx ഓഫ് u എന്ന് പറഞ്ഞാൽ log x into v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² dx ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു into dx. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു എന്തായി മാറും? log x into x² നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x raised to 2 plus 1 by 2 plus 1 മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് log x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by x into x² നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x raised to 2 plus 1 by 2 plus 1 into dx. അപ്പോൾ ഇത് ഈക്വൽ ടു log x into x raised to 3 by 3 മൈനസ് ഇന്റഗ്രൽ ഓഫ്, ഇവിടെ ഒരു x ക്യാൻസൽ ചെയ്തു പോകും, ഇവിടെ ഒരു x ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ 1 into x² എന്ന് പറഞ്ഞാൽ x² by 3 എന്ന് വരും. 2 plus 1 3 എന്ന് കിട്ടും into dx. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു, ഞാൻ ഈ x³ സ്റ്റാർട്ടിംഗ് എഴുതുന്നത് ആണ് ബെറ്റർ. ഇൻറ്റു ചെയ്യുമ്പോൾ തിരിച്ച് ഇൻറ്റു ചെയ്താൽ യാതൊരു തെറ്റില്ല. 2 into 3 എന്ന് പറഞ്ഞാൽ 3 into 2 എന്ന് പറഞ്ഞാൽ സെയിം ആൻസർ ആണ്. അതുപോലെ ഇതിനെ നമുക്ക് തിരിച്ചെഴുതാം. അപ്പോൾ അത് x³ by 3 log x മൈനസ് ഇന്റഗ്രൽ. അപ്പോൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിലെ കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കുന്നു. 1/3 ആണ് കോൺസ്റ്റന്റ്, ഡിനോമിനേറ്ററിലാണ് 3, അതുകൊണ്ട് 1/3 ഇന്റഗ്രൽ x² dx. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഇത് ഈക്വൽ ടു x³ by 3 log x മൈനസ് 1/3. ഇനി x² നെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താവും? x raised to 2 plus 1 by 2 plus 1 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c. ഫൈനൽ ആയിട്ടാണ് കൊടുക്കുക. അത് കൊടുക്കാനുള്ള കാരണം നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് എടുത്തത്, അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുത്തത്. അപ്പോൾ ഇത് ഈക്വൽ ടു x³ by 3 log x മൈനസ് 1 into
എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എന്താ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നാൽ എക്സ് ക്യൂബ് ആണ്. 1 ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ ഇത് 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 ആവും. 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 9 പ്ലസ് സി എന്ന്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ആൻസർ. ഇനി നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആക്കിയിട്ട് ആൻസർ എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു ഇൻ്റഗ്രൽ 0 to 2 x square log x dx equal to. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ആൻസർ എടുത്ത് എഴുതുക. അപ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് വരും? എക്സ് ക്യൂബ് ബൈ 3 log x മൈനസ് എക്സ് ക്യൂബ് ബൈ 9 ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു 0 to 2. ഇതിൽ അപ്പർ ലിമിറ്റ് 2 ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന ആദ്യം. അപ്പോൾ ഇത് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്താ കിട്ടുക? 2 ക്യൂബ് ബൈ 3 എക്സിന്റെ സ്ഥാനത്ത് 2 എന്നാ കൊടുക്കും. log 2 മൈനസ് 2 ക്യൂബ് ബൈ 9 മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ 0 ക്യൂബ് ബൈ 3 log 0 മൈനസ് 0 ക്യൂബ് ബൈ 9. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താവും? ഇത് ഈക്വൽ ടു 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ബൈ 3 log 2 മൈനസ് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ അഗെയിൻ 8 ബൈ 9 ബ്രാക്കറ്റ് കൊടുക്കുന്നു മൈനസ് 0 ക്യൂബ് ബൈ 3 എന്നാൽ 0 ആവും. 0 ഇൻറ്റു log 0 എന്നാൽ 0 ആണ്. അതുപോലെ 0 ക്യൂബ് എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ക്യൂബ് ബൈ 9 എന്ന് പറഞ്ഞാൽ അതും 0 തന്നെയാണ്. അപ്പോൾ ഈ സെക്കൻഡ് ബ്രാക്കറ്റിലുള്ള മൊത്തത്തിൽ എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 8 ബൈ 3 log 2 മൈനസ് 8 ബൈ 9. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നന്നായിട്ട് പഠിക്കുക. ഇത് എപ്പോഴും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കാണാനോ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാണാനോ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ചും ഓർത്ത് വെക്കേണ്ടതാണ്. കാരണം ഇത് ലോഗ് വെച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോഗ് വരുമ്പം ലോഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് സ്റ്റാർട്ടിങ്ങിൽ എടുക്കേണ്ടത്. ഞാനൊരു ടെക്നിക്കൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഐ ലേറ്റ് എന്നുള്ള പാറ്റേൺ ഉപയോഗിച്ചിട്ട് ഏതാണ് ആദ്യം വരേണ്ട ഫംഗ്ഷൻ എന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞതാണ്. ഇതൊക്കെ ഓർമ്മയില്ലാത്തവർ അത് പോയി കണ്ട് മനസ്സിലാക്കുക ഒന്നും കൂടി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. എങ്ങനെയാണ് ഒരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലത്തിലൂടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപയോഗപ്രദമാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് ശ്യാം പ്രസാദ്.